ഹായ് എവ്രി വൺ UPSC എക്സാം ഇന്ററിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. UPSC പരീക്ഷകളിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന ഭാഗത്തെ ചില ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻവയോൺമെന്റ്, ഇക്കോളജി, എക്കോസിസ്റ്റം തുടങ്ങിയ ബേസിക് കോൺസെപ്റ്റുകൾ. എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ്. ഇക്കോളജി എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റും ലിവിംഗ് ഓർഗാനിസവും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻവയോൺമെന്റിലെ കോമ്പണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചേർന്നതാണ് എൻവയോൺമെന്റ്സ്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ലിവിംഗ്, നോൺ ലിവിംഗ് കോമ്പണൻസ് സറൗണ്ടിങ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ലിവിംഗ് കോമ്പണൻസും നോൺ ലിവിംഗ് കോമ്പണൻസും ചേർന്നതാണ് എൻവയോൺമെന്റ് അഥവാ പരിസ്ഥിതി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. എല്ലാ ജീവജാലങ്ങളും മറ്റ് ജീവജാലങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, എല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ജീവികളെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പരിസ്ഥിതിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മനുഷ്യർ മറ്റ് ജീവനുള്ള വസ്തുക്കളായ പ്ലാന്റ്സിനെയും മറ്റ് ആനിമൽസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എൻവയോൺമെന്റിനെ നമ്മൾ ആശ്രയിക്കുന്നത് ഫുഡ്, എനർജി, വാട്ടർ, ഓക്സിജൻ, ഷെൽട്ടർ, ഇതിനെല്ലാം നമുക്ക് എൻവയോൺമെന്റിന്റെ സഹായം കൂടിയേ തീരൂ. അങ്ങനെ ഇതെല്ലാം ചേർന്നത് ലിവിംഗ് ഓർഗാനിസംസും അതുപോലെ നോൺ ലിവിംഗ് കോമ്പണൻസും കൂടി ചേർന്നതാണ് എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റിനകത്ത് ബയോട്ടിക് കോമ്പണൻസും എബയോട്ടിക് കോമ്പണൻസും ഉണ്ട്. ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് തിങ്സ്, നോൺ ലിവിംഗ് തിങ്സ് ആണ് എബയോട്ടിക് കോമ്പണൻസ്. എന്തൊക്കെയാണ് എബയോട്ടിക് കോമ്പണൻസിൽ വരുന്നത്? അതായത് ജീവനില്ലാത്തത് എന്നാൽ ജീവനുള്ളവയ്ക്ക് വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ ജീവജാലങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നത്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, അതാണ് എബയോട്ടിക് കോമ്പണൻസ്. നമ്മുടെ എൻവയോൺമെന്റിലെ സോയിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ നിലനിൽപ്പിന്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, വിൻഡ്, ഫയർ, ഹീറ്റ്, ടെമ്പറേച്ചർ, എനർജി റേഡിയേഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ നിലനിൽപ്പ് സാധ്യമാവൂ. ഇതിനെയാണ് എബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. ബയോട്ടിക് കോമ്പണൻസിൽ വരുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവനുള്ള ഒബ്ജക്ട്സും ആണ്. പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ്, ഇത് രണ്ടും കൂടാതെ ഡീകമ്പോസേഴ്സ് ഉണ്ട്, പാരസൈറ്റ്സ്, നമുക്ക് കാണാൻ പറ്റാത്ത വൈറസ് പോലെയുള്ള സൂക്ഷ്മജീവികളെല്ലാം ബയോട്ടിക് കോമ്പണൻസിലാണ് വരുന്നത്, അതായത് ജീവനുള്ളവയെല്ലാം. അടുത്തതായിട്ട് 6 ലെവൽസ് ഓഫ് ഇക്കോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. എക്കോളജിയിൽ വരുന്ന 6 ലെവൽസ് ഇതൊക്കെയാണ്. അതായത് ഇൻഡിവിജ്വൽ മുതൽ, ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം മുതൽ ബയോസ്ഫിയർ വരെ 6 ലെവലുകളാണ് ഇക്കോളജിയിൽ വരുന്നത്. ഇക്കോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു 6 ലെവൽസ് ആണ്. ഇതിൽ ആദ്യത്തേത് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ആണ് വരുന്നത്. അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ എന്ന് ചോദിച്ചാൽ, ശരിക്കും ഒരു ഓർഗാനിസം, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആനിമൽ, ഇതെല്ലാം ആ ഒരു ഇൻഡിവിജ്വൽ എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അതൊരു പ്ലാന്റും ആകാം, അനിമൽ ആകാം, അതുപോലെ നേരത്തെ പറഞ്ഞ സൂക്ഷ്മ ജീവികളാകാം. അപ്പോൾ ഏത് ജീവനുള്ള ഒബ്ജക്റ്റും ആകാം, അതിന് നിലനിൽക്കാൻ കഴിയുന്ന എന്തുമാകാം ഇൻഡിവിജ്വലിൽ വരുന്നത്. നെക്സ്റ്റ് ലെവലിൽ വരുന്നത് പോപ്പുലേഷൻ ആണ്. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ കുറെ ഹ്യൂമൻ ബീയിങ്സ് ചേരുമ്പോൾ അതൊരു പോപ്പുലേഷൻ ആവുന്നു. ഒരു സ്പെസിഫിക് ഏരിയയിൽ കാണുന്ന ഒരു കൂട്ടം ഇൻഡിവിജ്വൽ ചേരുമ്പോൾ പോപ്പുലേഷൻ ആവുന്നു. ഈ ഒരു പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അതുപോലെ ഇമിഗ്രേഷൻ, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. ഇതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തേത് ഒരു ഫിഷ് ആണ് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് ഒരു കൂട്ടം ഫിഷ് ആണ് പോപ്പുലേഷനിൽ വരുന്നത്. മൂന്നാമത്തേത് നോക്കൂ, ഈ ഒരു ഫിഷും അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന അതിന്റെ പരിസ്ഥിതി, എൻവയോൺമെന്റും കൂടെ ചേർന്നത്. അതായത് അവിടെ വാട്ടർ വരുന്നുണ്ട്, മറ്റു ഓർഗാനിസംസ് വരുന്നുണ്ട്, പ്ലാന്റ് വരുന്നുണ്ട്. അങ്ങനെ ഇത് നിലനിൽക്കുന്ന ആ ഒരു അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി മീൻസ് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് പോപ്പുലേഷൻ. അവിടെ ഡിഫറെന്റ് പോപ്പുലേഷൻ, ഇപ്പോൾ ഇവിടെ ഫിഷ് മാത്രമല്ല, ആ വെള്ളത്തിൽ ജീവിക്കുന്ന മറ്റ് ജീവികളുടെ പോപ്പുലേഷൻ ഉണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ്. അങ്ങനെ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് വരുന്ന ഒന്നിലേറെ സ്പീഷീസുകൾ ചേർന്നതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അവിടെ ഏറ്റവും ഡോമിനന്റ് ആയ കമ്മ്യൂണിറ്റി, ആ പോപ്പുലേഷന്റെ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാസ് ലാൻഡ്, അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പ്ലാന്റ് സ്പീഷീസ് ആണ്.
അപ്പൊ ആ ഒരു ഭാഗത്ത് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണോ അതായിരിക്കും അവിടുത്തെ ഫീച്ചർ ചെയ്യുന്ന ആ ഒരു പോപ്പുലേഷൻ. അപ്പം പരസ്പരം ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നിലേറെ സ്പീഷീസ് ചേർന്നതാണ് കമ്മ്യൂണിറ്റി. അടുത്തതായിട്ട് വരുന്നത് എക്കോസിസ്റ്റം ആണ്, നാലാമത്തേത്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിപുലമാണ്. അല്ലെ, ശരിക്കും എക്കോസിസ്റ്റത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയോൺമെന്റ് എൻകോംപസസ് ബോത്ത് ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. ഒരു കമ്മ്യൂണിറ്റി പരസ്പരം അതിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്നതാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ബയോട്ടിക്കും നോൺ എബയോട്ടിക്കുമായിട്ടുള്ള കോമ്പണൻസ് ഉണ്ടാവും. ഇനി എക്കോസിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എബയോട്ടിക് കോമ്പണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എബയോട്ടിക് കോമ്പണൻസിനകത്ത് വരുന്നത് ഇനോർഗാനിക് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ആണ് വരുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, വാട്ടർ, എയർ, സോയിൽ, ലൈറ്റ് എനർജി, മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവനുള്ളവയുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളതെല്ലാം. അതിൽ ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് എനർജിയാണ്. എനർജി ഫ്രം ദ സൺ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻ്റനൻസ് ഓഫ് ലൈഫ്. ഒരു പ്രധാന എബയോട്ടിക് കോമ്പണന്റ് ആണ് എനർജി. രണ്ടാമത് പറയുന്നത് റെയിൻഫോൾ ആണ്. ഈ റെയിൻഫോൾ എന്ന് പറയുന്നത് ഒരു എക്കോസ് മീഡിയം ക്രിയേറ്റ് ചെയ്യുന്നു. പല ഓർഗാനിസംസിന് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എക്കോസ് മീഡിയം ക്രിയേറ്റ് ചെയ്യാൻ റെയിൻഫോൾ ഉണ്ടായി തീരുള്ളൂ. പിന്നെ വരുന്ന അറ്റ്മോസ്ഫിയർ ആണ് അടുത്ത എബയോട്ടിക് കോമ്പണന്റ്. അറ്റ്മോസ്ഫിയറും അതിലെ ഗ്യാസസ് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ അടുത്ത് വരുന്നത് മൈക്രോബ്സുകളാണ്. മൈക്രോബിയൽ ഓർഗാനിസംസ് ആണ് അടുത്ത കോമ്പണന്റ് വരുന്നത്. പിന്നെ വരുന്നത് അതർ മെറ്റീരിയൽസ് ആണ്. അതിനകത്താണ് ഈ മിനറൽസ് ഇതൊക്കെ വരുന്നത്. പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഹ്യൂമിക് സബ്സ്റ്റൻസ്. ഇപ്പോൾ ഡീകോമ്പോസിഷൻ ഒക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണല്ലോ. ഇപ്പം നമ്മുടെ എൻവയോൺമെന്റിൽ ഒരു ജീവജാലം നശിച്ചാൽ അത് ഡീകമ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം. അതിന് വേണ്ട ചില മീഡിയമാണ് ഈ പറഞ്ഞതെല്ലാം. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൾഫർ, നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആൻഡ് മിനറൽസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഏരിയയിലെ ലാറ്റിറ്റ്യൂഡും ആൾട്ടിറ്റ്യൂഡും അതും ജീവികളുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇതെല്ലാമാണ് എബയോട്ടിക് കോമ്പണന്റിൽ വരുന്നത്, എക്കോസിസ്റ്റത്തിന്റെ എബയോട്ടിക് കോമ്പണന്റിനകത്ത് വരുന്നത്. ബയോട്ടിക് കോമ്പണന്റിനകത്ത് വരുന്നത് ജീവനുള്ളവയാണ്. പ്ലാന്റ്സ്, ആനിമൽസ്, പിന്നെ ഡീകമ്പോസേഴ്സ്. ദേ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. നമുക്കറിയാം ഇതെല്ലാം ഇന്ററാക്ട് ചെയ്താണ് എക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്നത്. ആനിമൽസ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള എല്ലാം, ഡീകമ്പോസേഴ്സ് പ്ലാന്റ്സിനെ ഡീകമ്പോസ് ചെയ്യുന്നു, അനിമൽസിനെ ഡീകമ്പോസ് ചെയ്യുന്നു. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. എക്കോസിസ്റ്റത്തിനെ പ്രധാനമായി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ടെറസ്ട്രിയൽ എന്നും അക്വാട്ടിക് എന്നും. ടെറസ്ട്രിയൽ മീനിങ് അതിനകത്ത് വരുന്നത് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട്, കരഭാഗം. അക്വാട്ടിക്കിനകത്ത് വരുന്നത് ഫ്രഷ് വാട്ടർ, സെലൈൻ വാട്ടർ, മെറൈൻ വാട്ടർ. ഇതെല്ലാം ഇപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ 6 എക്കോസിസ്റ്റം പറഞ്ഞു. ഈ 6 എക്കോസിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അടുത്ത് പറയുന്നത് ഹോമിയോസ്റ്റേസിസ്. വാട്ട് ഈസ് ഹോമിയോസ്റ്റേസിസ്? Ecosystems are capable of maintaining their state of equilibrium. They can regulate their own species structure and functional processes. ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് കൂടിയാലോ കുറഞ്ഞാലോ അത് മൊത്തം ഡിസ്റ്റർബ്ഡ് ആവും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ കടുവകളുടെ എണ്ണം കൂടിയാൽ എന്ത് ചെയ്യും? അവിടെ ഡിയറിന്റെ എണ്ണം, മാനുകളുടെ എണ്ണം കുറയും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ എക്കോസിസ്റ്റത്തിൽ അങ്ങനെ ഒരു സ്പീഷീസിന്റെ എണ്ണം കൂടാതെ അതൊരു ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എക്കോസിസ്റ്റത്തിന്. ആ രീതിയിലാണ് ഓർഗാനിസംസ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഈ ഒരു കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഹോമിയോസ്റ്റേസിസ്. Then ecosystem, the benefits of nature. Ecosystem organismsനെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? ഫുഡ്, ഫ്യൂവൽ, ഫൈബർ, ഷെൽട്ടർ, building materials, air and water purification,
detoxification, decomposition of waste, stabilization of climate, moderation of flood drought, generation and renewal of soil fertility, pollination of plants, etc. മറ്റൊരു ടേം ആണ് ഇക്കോട്ടോൺ. എന്താണ് ഒരു ഇക്കോട്ടോൺ? ഇതിനെ ട്രാൻസിഷണൽ സോൺ എന്നും പറയാറുണ്ട്. ഒരു ഇക്കോട്ടോൺ എന്ന് പറയുന്നത് ഒരു സോൺ ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ഡിസ്റ്റിങ്ക്റ്റ് എക്കോസിസ്റ്റം. രണ്ട് എക്കോസിസ്റ്റത്തിന്റെ ഇടയിൽ വരുന്ന ഒരു സോണാണ്, ട്രാൻസിഷൻ സോണാണ്. ഒരു എക്സാമ്പിൾ ആണ് മാൻഗ്രോവ് ഫോറസ്റ്റ്. അതൊരു അക്വാട്ടിക്കിന്റെയും ടെറസ്ട്രിയലിന്റെയും ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു സോണാണ് മാൻഗ്രോവ്. കംപ്ലീറ്റ്ലി അക്വാട്ടിക്കും അല്ല, കംപ്ലീറ്റ്ലി ടെറസ്ട്രിയലും അല്ല, ആ ഒരു ട്രാൻസിഷണൽ സോണാണ്. ഇതാണ് എക്കോട്ടോൺ. ഈ എക്കോട്ടോൺ ഇറ്റ് മേ ബി ഐദർ നാരോ ഓർ വൈഡ്. അവിടെ ഒരു ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഉണ്ടായിരിക്കും. ഇതിനെ എഡ്ജ് സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ എക്കോട്ടോണിൽ കാണുന്ന സ്പീഷീസിനെ പറയുന്ന പേര് എഡ്ജ് സ്പീഷീസ് എന്നാണ്. എക്കോട്ടോൺസ് നമുക്കറിയാം, മാംഗ്രോവിന്റെ പ്രാധാന്യം നമുക്കറിയാം, മാംഗ്രോവ് ഫോറസ്റ്റിന്റെ. അപ്പൊ എക്കോട്ടോൺസ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ് എക്കോട്ടോൺ. ഇത് യുണീക്ക് ഹാബിറ്ററ്റ്സ് ആണ്. ഈ ഒരു എക്കോട്ടോണിൽ മാത്രം നിലനിൽക്കുന്ന സ്പീഷീസുകളുണ്ട്. അവിടെയാണ് എക്കോട്ടോണിന്റെ പ്രാധാന്യം. Then niche. What is niche? Niche means ഒരു ഓർഗാനിസംസിന്റെ, ഒരു സ്പീഷീസിന്റെ യുണീക്ക് ഫീച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഒരു എക്കോസിസ്റ്റത്തിലെ രണ്ട് സ്പീഷീസുകൾ ഒരുപോലെയല്ല. ഓരോ സ്പീഷീസ് യുണീക്ക് ആണ്. അതിന്റെ ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ ഫാക്ടേഴ്സ് എല്ലാം യുണീക്ക് ആണ്, അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരു സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിന്റെ യുണീക്ക് ഫീച്ചേഴ്സിനെയാണ് നിഷ് എന്ന് പറയുന്നത്. അതിലെ ഹാബിറ്ററ്റ് നിഷ് ഉണ്ട്, ഫുഡ് നിഷ്, റീപ്രൊഡക്റ്റീവ് നിഷ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നിഷ്. ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. The physical location where a species lives and the resources it utilizes within that environment. അതാണ് ഹാബിറ്ററ്റ് നിഷ്. ചിലപ്പോൾ അതിന്റെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, ഇപ്പൊ വരയാടുകൾ കാണപ്പെടുന്നത് ഒരു പെർട്ടിക്കുലർ റീജിയനിലാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നു. ഇതൊക്കെ ഹാബിറ്ററ്റ് നിഷ് ആണ്. ഇനി എന്തുകൊണ്ട് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഉള്ള പ്ലാവ് അല്ലെ, അതിന്റെ ചക്കയാണ് അതിന്റെ ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഫുഡ് നിഷയാണ്. അതുപോലെ റീപ്രൊഡക്റ്റീവ് നിഷ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നിഷ്. ഓരോ സ്പീഷീസിന്റെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു നിഷിനകത്ത് വരുന്നത്. Then what is biomes? Biomes meaning diverse ecosystem. പല ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റത്തിന്റെ ഒരു ഡൈവേഴ്സിറ്റിയാണ് ബയോംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 4 ബയോംസിനെ കൊടുത്തിട്ടുണ്ട്. തുന്ദ്ര, ടൈഗ, ഡെസിഡോസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇതെല്ലാം 4 ടൈപ്പ് എക്കോസിസ്റ്റം ആണ്. ഇതിനെയാണ് ബയോംസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള എക്കോസിസ്റ്റത്തിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി പല പ്രോജക്റ്റുകളും ഉണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ബയോസ്ഫിയർ റിസർവ്, സ്കൂൾ നഴ്സറി യോജന, നഗർ വന ഉദ്യാൻ യോജന, ഇങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ. അപ്പൊ അതെല്ലാം വരും ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതാണ്. താങ്ക് യു.